ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഉള്ളത് ഹോണ്ടയുടെ CB350 ആണ്. അപ്പോൾ ഇതിപ്പം ഹൈനസിന് ഇത്തിരി കൂടെ ഒരു ക്ലാസിക്കൽ വെർഷനായിട്ട് ഇറക്കിയൊരു ബൈക്കാണ് ഹോണ്ടക്കാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് വണ്ടി. അപ്പോൾ ഇതിപ്പം നല്ല ആശ്രമ മൈതാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഇന്ന് കുറേ ഓടിച്ചോടിക്കുന്നത് എന്തുവെന്ന് അറിയുമ്പോൾ അപ്പോൾ കറക്റ്റ് സ്ഥലവും ഇന്ന് കിട്ടിയില്ല. അപ്പോൾ വണ്ടി ഇതാണ്. നമുക്ക് നേരെ റിവ്യൂവിലോട്ട് കിടക്കാം. അപ്പോൾ നേരെ നമുക്ക് റിവ്യൂവിലോട്ട് ഇറക്കാം. വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഡെയിലൊക്കെ വരുന്നത്. ഇതിപ്പം ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും പിന്നെ ഇവിടെ കുറേ സ്വിച്ചസും ഉണ്ട്, അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഞാനത് നോക്കുന്നില്ല, അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് നേരെ വണ്ടി റിവ്യൂവിലോട്ട് ഇറക്കാം. ഇപ്പോൾ വണ്ടി ഒരു ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് സ്വിച്ചാണ്. കിൽ സ്വിച്ചും ഇഗ്നിഷനും എല്ലാം വരുന്ന ഒറ്റ ഇതിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ റിവ്യൂവിലോട്ട് ഇറക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ സൗണ്ട് ഇതാണ്. ഇത്രയും കൂടെ ഹൈനസിന് ഇത്രയും കൂടെ സോഫ്റ്റ്വെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഉള്ളത് ഹോണ്ടയുടെ CB350 ആണ്. വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വണ്ടിയിൽ വരുന്നത് 350cc എഞ്ചിനാണ്. അതായത് നമ്മൾ ഹൈനസിൽ കണ്ട അതേ സെയിം എഞ്ചിനാണ്, പക്ഷേ ഒന്ന് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇത്രയും കൂടെ റിഫൈൻമെൻറ്റ് കൂട്ടിയിട്ടുണ്ടെന്നാണ് ഹോണ്ട പറയുന്നത്. അത് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം, റിവ്യൂവിൽ നോക്കാം. അപ്പോൾ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 350cc എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 20 ഹോഴ്സ് പവറും 29 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ്. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സ്മൂത്തായിട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, സ്മൂത്തായിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയാം. ഇപ്പം ഞാൻ ട്രാഫിക്കിലാണ്, ബമ്പർ ടു ബമ്പർ എല്ലാം ഓടിച്ചു. നിർത്തുമ്പം മാത്രം കാലിലോട്ട് ഹീറ്റിംഗ് അടിക്കുന്നുണ്ട്, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. ഓടിക്കഴിയുമ്പോൾ ഹീറ്റിംഗ് കറക്റ്റായിട്ട് ഡിസ്പോസായി പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ അടുത്ത് നമുക്ക് കംഫോർട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ കംഫോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ 6 ഫുട്ടാണ്. 6 ഫുട്ടിൽ എനിക്ക് ഇതുവരെ വലിയ ബോഡി പെയിനോ ഒന്നും എടുത്തില്ല, കംഫോർട്ടബിളാണ്. അപ്പർ ബോഡി പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ ഷോൾഡർ പെയിനോ ബാക്ക് പെയിനോ കയ്യിലെവിടെയൊന്നും വേദന എടുത്തിട്ടില്ല, കംഫോർട്ടബിളാണ്. പിന്നെ ലോവർ ബോഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാല് സ്ട്രെസ്ഡ് ഔട്ടായിട്ടൊന്നുമില്ല ഇരിക്കുന്നത്, ഫുള്ളി കംഫോർട്ടബിളാണ്, റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഇതിലാകെ ഒരു പ്രശ്നം വെച്ചാൽ ട്രാഫിക് എത്തുമ്പോൾ ഇത്തിരി അൺവാണ്ടഡ് ഷിഫ്റ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ലോ ആൻഡ് ടോർക്ക് ഇത്തിരി കുറവാണ്. കൂടുതലും വണ്ടി ഒരു ക്രൂസിങ്ങിൽ പോകുമ്പോൾ ഒറ്റ കയറി പോകാനായിട്ട് വണ്ടിക്ക് ഇഷ്ടം. പക്ഷേ അപ്പോൾ ലോ ആൻഡ് ടോർക്ക് ഇത്തിരി കുറവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓടുന്ന അറിയാൻ വയ്യ. അതായത് ഹൈനസിനെയും കാട്ടി ഇത്രയും കൂടെ ഒരു സ്മൂത്ത് ഔട്ടായിട്ടുണ്ട്. അതായത് സൗണ്ടും ഇത്തിരി കുറഞ്ഞു. ഹൈനസിന് ഇത്രയും കൂടെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു, ബുള്ളറ്റ് പോലത്തെ ഒരു സൗണ്ട് ആയിരുന്നു. പക്ഷേ ഇതിനിപ്പം സൗണ്ട് നല്ല കുറഞ്ഞത്. അത് കാരണം എന്ന് വെച്ചാൽ എക്സോസ്റ്റ് പൈപ്പ് ഇത്രയും കൂടെ ബാക്കിലോട്ട് നീണ്ടു വന്നിട്ടുണ്ട്. ഇപ്പം അത് ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പോഴാണ്. അതാണ് വണ്ടിക്ക് ഇത്രയും സൗണ്ട് കുറയാൻ കാരണം. ഇന്ന് നല്ല ട്രാഫിക് ഉണ്ട്. കൊല്ലത്ത് എന്തോ ഒരു ജാഥ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാഫിക് കാരണം വണ്ടി നല്ലോണം ഇവിടെ ഓട്ടിക്കാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ ഞാൻ ഓടിച്ചെടുത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. യാതൊരുവിധ വൈബ്രേഷനോ ഇല്ലായിട്ട് എവിടെ നിന്നോ ഇല്ല, കുഴപ്പമൊന്നുമില്ല, കംഫോർട്ടബിൾ. റിയർ പില്ലിയണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലോങ് ഡ്രൈവ് പാടാണ്. സീറ്റ് ഇത്തിരി ചെറുതായതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ വേദന എടുത്തു തുടങ്ങും, ബാക്കും ലോവർ ബാക്കും എല്ലാം. പിന്നെ വണ്ടിയുടെ നമുക്കിവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകാം. റൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ പവർ ഡെലിവറി എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. അപ്പോൾ വണ്ടിയുടെ മിറേഴ്സിനെ കുറിച്ച് പറയുന്നത് ചെറിയ മിറേഴ്സാണ്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന വണ്ടികളൊക്കെ കാണാൻ പറ്റും. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ചെറിയ മിറേഴ്സാണ്, ഇത്തിരി ചെറിയ, ഇത്തിരി നല്ല ചെറിയ മിറേഴ്സ് ആയോ എന്ന് എനിക്കൊരു കുഴപ്പമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം വിസിബിലിറ്റി എല്ലാം തരുന്നുണ്ട്. ഇതെന്താണിത്? പിന്നെ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഹോണ്ട പറയുന്നത് 35 വെച്ചാണ്. പക്ഷേ സിറ്റിയിൽ ഇതൊരു 34-35 കിട്ടിയവരെ എനിക്കറിയാം. പിന്നെ ഹൈവേയിൽ ഒരു 38 to 48 കിട്ടിയിട്ടുമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്. അപ്പോൾ ഞാൻ ഇതുവരെ ഹൈവേയിൽ ഓടിച്ചില്ല, പക്ഷേ സിറ്റിയിലൊരു എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ റോഡാണ്. നമുക്കിതിൻ്റെ പവർ ഡെലിവറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. സെക്കൻഡ് ഗിയറിലാണ്.
എങ്ങനെയാണോ ഇവിടെ വണ്ടി ഓടിക്കുന്നത്? ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പുള്ളിക്കാരൻ വളയാൻ നേരത്താണ് ഇൻഡിക്കേറ്റർ ഇട്ടത്. ഇൻഡിക്കേറ്റർ ഇട്ടത് ഞാനങ്ങ് പേടിച്ചു. ബ്രേക്കിങ് പക്കാ പെർഫെക്റ്റ് ആണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് കൈ പിടിച്ചപ്പോൾ അപ്പം തന്നെ വണ്ടി നിന്ന്. സാധാരണ കൺട്രോൾ ചില ബൈക്കിനൊക്കെ പോകുന്നതാണ്, ഇത് കൺട്രോളൊന്നും പോലെ ബാക്കി പില്ലിയനും ഉണ്ടായിരുന്നു. പിടിച്ചണക്ക് തന്നെ വണ്ടി നിൽക്കുകയും ചെയ്തു. ഞാൻ ഒന്ന് പെടഞ്ഞു പോയി കേട്ടോ. കിടിലം ബ്രേക്കിങ്. കുഴപ്പമില്ല. ഇത് കാലും കൈയൊക്കെ കുറച്ച് തുടങ്ങി. ഞാൻ വിചാരിച്ച് തട്ടി വന്നു, പക്ഷേ വണ്ടിയുടെ ബ്രേക്കിംഗ് നമ്മൾ രക്ഷിച്ചു. അപ്പോൾ അതാണ് ഹോണ്ടയുടെ ബ്രേക്കിംഗ്. അപ്പോൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ട് തന്നെ ബോധ്യപ്പെട്ടു. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി കൺട്രോളിൽ തന്നെ നിൽക്കും, ഒരു കുഴപ്പമില്ല. കിടിലം ബ്രേക്കിംഗ് ആണ്. അതിപ്പോൾ എത്ര സ്പീഡിൽ പോയാലും, പക്ഷേ ഞാൻ 80-90 ഞാൻ പോയത്, ഒരു കുഴപ്പമില്ല. കിടിലം സ്മൂത്തായിട്ടാണ് വണ്ടി വന്നത്, ഒരു കൺട്രോളിങ് ഒന്നും പോയില്ല. ഞാൻ ഒന്ന് പതറയും കൂടെ ചെയ്തു, എന്നിട്ടും വണ്ടി എൻ്റെ കയ്യിൽ തന്നെ നിന്നു. അതായത് അത്ര നല്ല രീതിയിലാണ് ഹോണ്ട ഇതിന് ബ്രേക്കിംഗ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഒറ്റ പ്രശ്നം എന്തായതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്വിച്ച്, അതായത് ഹോണും ഇൻഡിക്കേറ്ററും എന്ത് പറയുന്നത് ഫ്ലിപ്പായിട്ടാണ് ഇരിക്കുന്നത്, തലയിരുന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി പാടുണ്ട്. ഞാൻ എപ്പോൾ ഇൻഡിക്കേറ്ററിനൊന്നും വിചാരിച്ചാലും ഞാൻ നേരെ ഹോൺ അടിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് എനിക്കും അറിയാൻ വയ്യ എന്തുകൊണ്ടാണെന്ന്. ഹോണ്ടയിലും യമഹയുടെ ഏതോ ഒരു ബൈക്കിലും ഞാൻ എനിക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ അത് കുറച്ചൊന്ന് 2 തവണ ഓടിച്ചപ്പോഴേക്ക് അതങ്ങ് നമുക്ക് ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഓടിക്കുന്നത് സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ആ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ആ സ്പീഡിൽ വന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ ഞാൻ ഫ്രണ്ടാണ് ഫുള്ള് പിടിച്ചത്. ബാക്ക് അറൗണ്ട് ഒരു 50 സംതിങ് ഞാൻ പിടിച്ചോളായിരുന്നു. ആ ഒരു പിടുത്തത്തിൽ തന്നെ വണ്ടി നല്ല രീതിയിൽ നിന്നു. അതായത് അപ്പം മനസ്സിലാക്കും വണ്ടിയുടെ ബ്രേക്കിംഗ് ഒരു കുഴപ്പമില്ല. അത് ഇനി പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ര നല്ല കിടിലം ബ്രേക്കിംഗ് ആണ്. എങ്ങനെ പോയാലും വണ്ടി നല്ല രീതിയിലാണ് നിർത്താൻ സഹായിക്കുന്നത്. നമുക്കിവിടുന്ന് റൈറ്റ് എടുത്ത് പോവാം. അങ്ങോട്ട് പോയാൽ ജാഥയുടെ തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറങ്ങി തിരിച്ചു പോവാം. പിന്നെ വണ്ടിയുടെ വൈബ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു വൈബ്രേഷനോ ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. ഹാൻഡിൽ ബാർസ് ആണെങ്കിലും ശരി, ഫുഡ് റെസ്റ്റ് ആണെങ്കിലും ശരി, ഈ ലെവേഴ്സ് ആണെങ്കിലും ബ്രേക്കും ക്ലച്ച് ലെവേഴ്സ് ആണെങ്കിലും ശരി, യാതൊരു വിധത്തിലുള്ള വൈബ്രേഷനുമില്ല. നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി ഓടുന്നത്. ഇപ്പോൾ 3rd ഗിയറൊക്കെ ഇട്ട് 4ാമത്തെ ഗിയർ ഇപ്പോൾ ഇത്തിരി പാടാണ്, പക്ഷെ എന്നാലും പോവും. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടെ മൈലേജ് കിട്ടുന്ന രീതി ഓടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്കോ എന്ന രീതി കാണിക്കുന്നുണ്ട്. അത് എപ്പോഴും കാണിക്കുന്നില്ല. സർട്ടൻ RPM പോകുമ്പോൾ സർട്ടൻ ഗിയറിൽ പോകുമ്പോഴേ ഉള്ളൂ എക്കോ എന്ന രീതി കാണിക്കുന്നത്. ഇപ്പം ഞാൻ 3ാമത്തെ ഗിയറിലാണ് പോകുന്നത്. അത് ഇത്തിരി എൻജിൻ പാടാണ്, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് അറിയുന്നില്ല. അതാണ് എൻജിൻ്റെ പ്രത്യേകത. ഇല്ല, ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ വണ്ടി എടുത്താലും നമ്മൾ വലത്തോട്ടാണ് പോകണമെങ്കിൽ നമുക്ക് നേരത്തെ ഇൻഡിക്കേറ്റർ ബാക്ക് ചെയ്യുന്നതും അറിയിപ്പ് കൊടുക്കേണ്ടായിരുന്നു. ആ സ്കൂട്ടറുകാരാണെങ്കിൽ ഞാൻ പറയുന്നില്ല അവർ എന്തൊക്കെ നിയമം തെറ്റിച്ചെന്ന്, പക്ഷേ റോഡിൻ്റെ നടുക്കൂടെ ഇവിടുന്ന് അങ്ങ് വരെ ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതൊരു മിസ്റ്റേക്കാണ്. സത്യം നമ്മൾ ഒന്നെങ്കിൽ ഇടതെടുത്ത് പോകണം, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മുന്നറിയിപ്പ് നൽകി ഒന്ന് പോകണമായിരുന്നു. അവന് വളയേണ്ട സ്ഥലത്തെത്തിയപ്പോൾ പുള്ളിക്കാരൻ നേരെ ഇൻഡിക്കേറ്റർ 2 കൈ എടുത്ത് കാണിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പോഴേക്കും ഇതിൻ്റെ പവറും കൊടുത്ത് ഓവർടേക്കാനുള്ളൊരു പ്രിക്കോഷനിലോട്ട് പോവുകയും ചെയ്തിരുന്നു. അതാണിപ്പോൾ അവിടെ സംഭവിച്ചത്. അപ്പോൾ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 2 വേരിയൻസാണ്, ഡീലക്സും ഡീലക്സ് പ്രോയുമാണ്. ഡീലക്സ് വേരിയൻറ്റ് ബേസാണ്. അതിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പം മഡ് ഗാർഡിൽ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്, സീറ്റും ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഡീലക്സ് പ്രോയിൽ വരുന്നത് മഡ് ഗാർഡും ഇതും സീറ്റും എല്ലാം, സീറ്റ് ബ്രൗണും മഡ് ഗാർഡും വണ്ടിയുടെ ടാങ്ക് കളറും എല്ലാം സെയിമാണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ആ ബ്രേക്കിങ്ങിൻ്റെ ഹാങ് ഓവർ ഇതുവരെ പോയില്ല. അപ്പോൾ ഡീലക്സിൻ്റെ പ്രൈസ് പോയിൻ്റ് വരുന്നത് 2,45,000 രൂപയും ഡീലക്സ് പ്രോയുടെ പ്രൈസ് പോയിൻ്റ് വരുന്നത്, അതായത് ഇത് ഡീലക്സ് പ്രോ ആണ്, ഇതിന് വരുന്നത് 2,84,000 സംതിങ് ആണ്. കറക്റ്റ് പ്രൈസ് പോയിൻ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് വണ്ടി എനിക്ക് പ്രൊവൈഡ് ചെയ്തത് കൊല്ലം കടപ്പാക്കട ഹോണ്ടയുടെ ബിഗ് വിങ് ഷോറൂമാണ്. KSRTC-കാരൻ എന്നെയും കണ്ടി ധൃതിയാണല്ലോ. അപ്പോൾ കൊല്ലം കടപ്പാക്കട ഹോണ്ട ബിഗ് വിങ് ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിനും വണ്ടിയുടെ എൻക്വയറീസിനായി ഞാൻ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷോറൂം വരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഗൈസ്, നമ്മുടെ ഹോണ്ട CB350യുടെ റിവ്യൂ ഇത്രയും ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള വണ്ടികളുടെ റിവ്യൂസിനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. Again, thanks for watching. Bye bye.